മലിനമായി ചക്കുവെള്ളിച്ചിറ. പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ചിറയാണ് മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നത്. സമീപത്തെ മാർക്കറ്റിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ ചിറയിലേക്കാണ് ഒഴുക്കുന്നത്. അധികാരികൾ മാലിന്യ നിക്ഷേപം തടയാൻ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഒരു കാലത്ത് ജലസമൃദ്ധിയാൽ സമ്പന്നമായിരുന്നു ചക്കുവെള്ളിച്ചിറ. ചിറയിലെ ജലസമൃദ്ധി മൂലം പ്രദേശത്തെ വീടുകളിലെ കിണറുകളും ജലസമ്പന്നമായിരുന്നു. കുടിവെള്ളക്ഷാമം ചക്കുവള്ളി നിവാസികൾക്ക് ഒരിക്കൽ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഇവിടെ 1-2 കിണറ്റിലെ വെള്ളമേ ഉള്ളൂ. ചിറയിലെ വെള്ളം പറ്റിയ വലുതായിട്ട് പറ്റത്തില്ല, അവരുടെ ആവശ്യത്തിന് കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കിണറ്റിലെ വെള്ളം പറ്റും, തൊടി കുടിക്കാൻ ഒക്കത്തില്ല, കടച്ചെളിയാണ്. അതുകൊണ്ട് ചിറയിലെ വെള്ളം തുറന്ന് പറ്റിയാൽ ഞങ്ങളുടെ വീടുകൾ അതോധിയാവും, മഴ പെയ്തില്ലെങ്കിൽ. എന്തായാലും ഈ വെള്ളം കിടന്നിട്ട് നമുക്ക് ഇവിടെ കുടിവെള്ളമുള്ള, ഇല്ലെങ്കിൽ വെള്ളമില്ല. ഇവിടെ പണ്ടത്തെ ഈ ഒരു കിണറുണ്ട്, പിന്നെ അത് വന്ന് അങ്ങ് കിഴക്ക് 1-2 കെട്ടി അവരുടെ ആവശ്യത്തിന് ഉള്ള വെള്ളമേ ഉള്ളൂ. അന്നേരം പിന്നെ ഈ കിണറ്റിൽ വെള്ളം പറ്റി ഞങ്ങൾ എവിടെ പോകും? വെള്ളം വയ്യാത്ത കാലത്ത് 60 വയസ്സ് 100 വയസ്സുള്ള തള്ളയൊക്കെ വീട്ടിലിരിപ്പുണ്ട്. ഞങ്ങൾ വെച്ചിട്ട് കുടിവെള്ളത്തിന് എവിടെ പോകും? വെള്ളത്തിന് ക്ഷാമം ഉണ്ടെങ്കിൽ വേറെ വീട്ടിൽ ചെന്ന് എടുക്കാൻ നോക്കുമോ? അതുകൊണ്ട് ഞങ്ങളുടെ ഈ വെള്ളം തുറന്നു വിടരുതെന്നാണ് ഞങ്ങൾ അപേക്ഷിച്ചത്. ചക്കുവള്ളി മാർക്കറ്റിലെ ഉൾപ്പെടെ വ്യവസായ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ ചിറയിലേക്ക് ഒഴുക്കിവിടുന്നത് പതിവായി. ജലസ്രോതസ് സംരക്ഷിക്കേണ്ട പഞ്ചായത്ത് അധികൃതർ ഇതിനു നേരെ കണ്ണടച്ചതോടെ ചിറ മാലിന്യ കൂമ്പാരമായി. നമ്മുടെ മെയിനായിട്ടുള്ളൊരു ജലസ്രോതസ്സാണ് ചക്കുവള്ളിച്ചിറ എന്ന് പറയുന്നത്. അതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഇടപെട്ട ചക്കുവള്ളിച്ചിറ മീൻ പിടിക്കുന്നതിൻ്റെ എന്തോത്തിൻ്റെ ഭാഗമായിട്ട് ഇത് തുറന്നു വിടുകയുണ്ടായി. അത് കാരണത്താൽ ഇപ്പോൾ നമുക്ക് പല സൈഡുകളിൽ നിന്നുള്ള കുടിവെള്ളങ്ങൾ മുട്ടിയിരിക്കുകയാണ്. അതായത് ചിറയുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന കിണറിലെ എല്ലാം വെള്ളങ്ങൾ പറ്റി വരണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ചക്കുവള്ളിച്ചിറയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ലൈറ്റുകൾ സ്ഥാപിക്കുകയുണ്ട്. ഈ കാണുന്ന ലൈറ്റുകളൊന്നും രാത്രി കത്തുന്നില്ല. അധികാരികളടുത്ത് പലവട്ടം പറഞ്ഞപ്പോഴും അവരാരും ഇതിനെതിരെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. രാസപദാർത്ഥങ്ങൾ കലർന്ന് ജലം സമീപ പ്രദേശങ്ങളിലെ കിണർ വെള്ളത്തിലും പ്രതിഫലിച്ചു. ശുദ്ധജലം മാത്രം ലഭിച്ചിരുന്ന വീടുകളിൽ ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ലഭിക്കുന്നത്. ചിറയിലെ ജലം സമീപത്തെ കൃഷിസ്ഥലങ്ങളിലേക്ക് പഞ്ചായത്ത് അധികൃതർ തുറന്നുവിട്ടത് ചിറയ്ക്കും കർഷകർക്കും ദുരിതമായി. ചിറയിലെ ജലസമ്പത്ത് കുറഞ്ഞതിനൊപ്പം രാസവസ്തുക്കൾ കലർന്ന വെള്ളം വ്യാപക കൃഷിനാശത്തിനും ഇടയാക്കി. അതായത് ഈ ലൈറ്റ് കത്തിക്കണം, ഈ ചിറയൊക്കെ വൃത്തിയാക്കണം, അതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനാ പരാതി. ഇവിടെ എല്ലാം ഭയങ്കര അഴിമതികളായി. ചാക്ക് കണക്കിന് ഇവിടൊക്കെ ഓരോ സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടിടുന്നതൊക്കെ. പിന്നെ അതന്നെ ഈ നാനാ രാജ്യത്തുനിന്നും ഒഴുകി വരുന്ന വെള്ളം ഇതിനകത്താണ് വന്നിറങ്ങുന്നത്. സകല പാർട്ടിക്കാരോട് ഞങ്ങൾ പറഞ്ഞു കുഴഞ്ഞു, ഈ ലൈറ്റ് ഒന്ന് കത്തിച്ചാൽ അവരാരും അഭാവപ്പെട്ടില്ല. മെമ്പറും ഇല്ല, ജില്ലാ മെമ്പറും ഇല്ല, ആരുമില്ല. എല്ലാവരും ഈ രൂപയും കമ്മിക്കൊണ്ട് പോയതാ. ചക്കുവള്ളിച്ചിറ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ്. ചിറയ്ക്ക് ചുറ്റുമുള്ള തെരുവ് വിളക്കുകൾ മിക്കതും തകരാറിലാണ്. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ അഴിഞ്ഞാടുകയാണെന്ന ആക്ഷേപവുമുണ്ട്. വളരെ അധികത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ പിള്ളേർ സെറ്റുകൾ ഫുള്ളൂ. എവിടുന്ന് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അവരെല്ലാം വണ്ടിന്റെ മേളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തമ്പടിച്ചിട്ട് കൂട്ടം കൂടി രാത്രി സമയങ്ങളിലും പാതിരാത്രി സമയങ്ങളിലെല്ലാം ഇവിടെ ഒത്തുകൂടലും കൂവലും ബഹളവും ഒക്കെയാണ് രാത്രി. പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് ഈ രാത്രിയത്തിലെ സാമൂഹ്യ വിരുദ്ധ ശല്യങ്ങൾ കാരണം. ചക്കുവള്ളിച്ചിറ സംരക്ഷിക്കാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.